കേരളത്തിൽ നിരവധി ഹോട്ട്സ്പോട്ടുകളുണ്ട്. അതായത് ലഹരിക്ക് ഉറവിടമാകുന്ന ചില പ്രദേശങ്ങൾ, അതുപോലെ ലഹരി ശേഖരിച്ചു വെക്കുന്ന സ്ഥലങ്ങൾ, ലഹരി വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതിനെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ പല ജില്ലകളിലും നമ്മൾ ഈ ഹോട്ട്സ്പോട്ടുകൾ നേരിട്ട് കണ്ടു. 24-ന്റെ ക്യാമ്പയിൻ തുടരുകയാണ്. ലഹരിയുടെ ഹോട്ട്സ്പോട്ടുകൾ. കൊച്ചി നഗരത്തിൽ ഇത്തരമൊരു കേന്ദ്രം ഞങ്ങൾ കണ്ടു. മെത്താഫിറ്റമിൻ ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റുന്ന ലഹരി കേന്ദ്രം കൊച്ചിയിലുള്ളതായി നമ്മുടെ പ്രതിനിധികൾ മനസ്സിലാക്കുന്നു. SKN40 യാത്രയ്ക്ക് പിന്നാലെ നാട്ടുകാർ നൽകിയ ചില വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. യഥാർത്ഥത്തിൽ ഉപയോഗിച്ച സിറിഞ്ചുകൾ, ഉപയോഗിക്കാനായി തയ്യാറാക്കി വച്ചിരിക്കുന്ന ലഹരി വസ്തുക്കളും അടക്കം നിരവധി കാര്യങ്ങൾ അവിടെ ഞങ്ങൾ കണ്ടു. 24 എക്സ്ക്ലൂസീവ്. SKN40യുടെ എറണാകുളം ജില്ലയിലെ യാത്ര കഴിഞ്ഞതിനു പിന്നാലെയാണ് കൊച്ചിയിലെ ഒരു പ്രധാന ലഹരി ഉപയോഗ കേന്ദ്രത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരം ലഭിച്ചത്. അങ്ങോട്ടാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. നിരോധിത ലഹരി വസ്തുക്കൾക്കെതിരെ പരിശോധനകൾ കർശനമായ ശേഷവും കൊച്ചി നഗരത്തിലെ ഒരു ലഹരി ഉപയോഗ കേന്ദ്രത്തിലെ കാഴ്ചയാണിത്. SKN40 യാത്രയ്ക്ക് പിന്നാലെ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്രം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായത്. ഇതുവരെ പോലീസോ എക്സൈസോ എത്താത്ത ഇടമായതിനാൽ ലഹരി കുത്തിവയ്പ്പെടുക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഉപയോഗിച്ച സിറിഞ്ചുകൾ കവറിലാക്കിയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് മുൻപ് പോലീസിനെ അറിയിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത്തരം സംവിധാനങ്ങൾ നിശ്ചലാവസ്ഥയിലാണ് എന്ന് തൃക്കാക്കര നഗരസഭാ കൗൺസിലർ PC മനൂപ് പറയുന്നു. തൃക്കാക്കര നഗരസഭയുടെ 2 പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു ജാഗ്രത സമിതികളുണ്ടായി. അപ്പോൾ എല്ലാ മാസവും കൂടുന്ന ആ ജാഗ്രത സമിതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു അവസരമുണ്ടായി. ഇപ്പോൾ ആ ഒരു പ്രവർത്തനം ഇല്ലായി പോയിട്ട് കുറച്ച് നാളുകളായി. പരിചയമില്ലാത്ത പല ആൾക്കാരും വന്നു പോകുന്നുണ്ട്. പക്ഷേ അവരെ ഒന്നും എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് പോലും ചോദ്യം ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഞങ്ങൾക്കില്ല. കാരണം അപ്പോൾ തന്നെ സദാചാര പോലീസായിട്ട് ഞങ്ങളെ മാറ്റി അങ്ങനെ കൊണ്ടുപോയിരിക്കുന്ന ഒരു സമയമാണ്. ലഹരിയുടെ വലയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ അക്ഷീണ പരിശ്രമം നടക്കുന്നതിനിടെയാണ് ഇത്തരം രഹസ്യ കേന്ദ്രങ്ങൾ സജീവമായി തുടരുന്നത്. അഭിജിത്തിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി. കൊച്ചിയിൽ കണ്ടതുപോലെയുള്ള ലഹരി താവളങ്ങൾ നമുക്ക് തകർത്തേ പറ്റൂ. ഇത്തരം താവളങ്ങളിലേക്കാണ് ആളുകളെ ആകർഷിക്കുന്നതും ചെറിയ കുട്ടികൾ പോലും എത്തുന്നതും. ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാവുന്നത് പെൺകുട്ടികൾ പോലും ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു. ഈ അടുത്തിടെ എക്സൈസ് വകുപ്പിൻ്റെ തന്നെ ചില ആളുകൾ രഹസ്യമായി പറയുന്നത് കൗൺസിലിംഗ് കൊടുക്കുന്ന കൂടുതൽ ആൾക്കാരെ നോക്കുമ്പോൾ 100 പേരെ എടുത്താൽ അതിൽ 40 പേർ പെൺകുട്ടികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ലഹരി താവളങ്ങൾ വളരെ അപകടകരമാണ്. കൊച്ചി പോലൊരു മഹാനഗരത്തിൽ ഇത്തരം താവളങ്ങൾ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ നമുക്ക് വലിയ അലോസരം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ ഈ ലഹരി താവളത്തിൽ കടന്നു ചെന്ന ശ്യാംകുമാർ തത്സമയം ചേരുകയാണ്. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാംകുമാർ, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയത്? ഗവൺമെൻറ് ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പറയൂ. SKN, ഗുഡ് മോർണിംഗ്. ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികളിലാണ് നമ്മളുടെയും പ്രതീക്ഷ. കാരണം ഇത്തരം കേന്ദ്രങ്ങൾ, അതായത് കഞ്ചാവും MDMAയും ഒക്കെ പിടിക്കപ്പെടുമ്പോൾ ഈ മെത്താംഫിറ്റാമിനൊക്കെ ഉപയോഗിച്ചാൽ അത് പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുതന്നെയാണ് ഇത്തരം ലഹരി കേന്ദ്രങ്ങൾ, ഈ കുത്തിവയ്പ്പൊക്കെ നൽകാനായിട്ട് ഇത്തരം ലഹരി കേന്ദ്രങ്ങൾ സജീവമായി തന്നെ പ്രവർത്തിക്കാൻ ഇടയാക്കുന്നത്. ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതും ചെറുപ്പക്കാരാണ്. പലപ്പോഴും അവിടെ പണം നൽകി ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള അവസരം പോലും ഉണ്ടാകുന്നുണ്ട്. അവിടെ കണ്ട കാഴ്ചകൾ പോലും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാരണം അതിൻ്റെ അകത്ത് ഉപയോഗിച്ച സിറിഞ്ചുകളും ആ ലഹരി വസ്തുക്കളും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. ആ നീഡിലുകളൊക്കെ ലക്ഷ്യമായി ഇട്ടിരിക്കുന്നു. അത് തന്നെ മറ്റൊരാൾക്ക് ഉപയോഗിച്ചാൽ ഒരുപക്ഷെ എയ്ഡ്സ് വരെ പകരാനുള്ള അവസ്ഥ ഉള്ള ഒരു കേന്ദ്രം കൂടിയായി അത് മാറുന്നുണ്ട്. ഏതായാലും കൊച്ചി നഗരത്തിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ സ്ഥലം കൃത്യമായി നമ്മൾ പറയാത്തത് അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും എന്നുള്ളത് കൊണ്ടാണ്. അത് പക്ഷേ കൃത്യമായി ഏജൻസികളെ നമ്മൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ എത്തേണ്ട സമയമായിട്ടുണ്ട്. അവിടെ വരുന്നത് കൂടുതലും ചെറുപ്പക്കാരാണ് എന്നുള്ളത് തന്നെയാണ് SKN നമ്മളെ ഞെട്ടിച്ചത്. SKNൻ്റെ യാത്രയ്ക്ക് പിന്നാലെയാണ് ഇത്തരമൊരു കേന്ദ്രത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നതും പലതവണ പരിശ്രമിച്ച് നമുക്ക് ആ കേന്ദ്രത്തിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തു. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. ഇപ്പോൾ
തൃക്കാക്കര നഗരസഭ പരിധിക്കുള്ളിലുള്ളൊരു സ്ഥലമാണ് നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് പി സി മനൂപ്, തൃക്കാക്കര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നമുക്കൊപ്പം ചേരാം. ഗുഡ് മോർണിംഗ് മിസ് അനൂപ്. മനൂപ്, യഥാർത്ഥത്തിൽ ഈ ഇത്തരം ഹോട്ട്സ്പോട്ടുകൾ തൃക്കാക്കരയിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല ജില്ലകളിലും ഉണ്ടെന്ന് ഞങ്ങളുടെ യാത്രയിൽ മനസ്സിലായി. തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? കുറെ നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തുനിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ നിൽക്കുമ്പോൾ, ഞാൻ നേരത്തെ തന്നെ ബൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ ഞങ്ങൾക്കതൊന്നും ചോദിക്കാനുള്ളൊരു അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം നമ്മളൊക്കെ പെൺകുട്ടികൾ, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് ഈ സംഘത്തിലും അല്ലെങ്കിൽ ഈ ഉപയോഗത്തിലും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ രാത്രികാലങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് പോലും ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങളെയൊക്കെ ഒരു സദാചാര പോലീസായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങളെ അതിൽ നിന്നും പിന്തിരിക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾക്ക് വന്നു ചേരുന്നത്. അത് മാത്രമല്ല, ഇവിടെ തൃക്കാക്കരയിൽ സംബന്ധിച്ച് 2 പോലീസ് സ്റ്റേഷൻ പരിധിയുണ്ട്. ഒന്ന് ഇൻഫോ പാർക്കും അതുപോലെ തന്നെ തൃക്കാക്കര പോലീസും. നേരത്തെയൊക്കെ ഒരു ജാഗ്രത സമിതികളുണ്ടായി. അതിൽ ജനങ്ങളുണ്ടായിരുന്നു, ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ ഇൻഫോം ചെയ്യാനൊക്കെ സാധിക്കുമെന്ന്. ഇപ്പോൾ ജനങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും അങ്ങനെ ഇൻഫോം ചെയ്യാനുള്ള ഒരു അവസരങ്ങളും ഇതിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും, അതുപോലെ തന്നെ ഇവിടെ ഈ തൃക്കാക്കരയെ സംബന്ധിച്ച് കുടുംബശ്രീകൾ, അതായത് സ്ത്രീകളുടെ നല്ലൊരു കൂട്ടായ്മ ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടും നമുക്ക് ഇതിനെതിരെ കുറച്ചെങ്കിലും നമുക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും സാർ. താങ്ക് യു പി സി മനൂപ്. ഈ മരട് നഗരസഭ അതിർത്തിയിലും ഇത്തരം ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ മരട് നഗരസഭയുടെ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശരിക്കും താങ്കൾക്ക് അറിയുന്നത് പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പ്രശ്നമുണ്ട്. മരട് നഗരസഭയിലും ഇത്തരം ചില ഹോട്ട്സ്പോട്ടുകൾ ഞങ്ങൾ കാണുന്നു. ഇതിനെക്കുറിച്ച് നഗരസഭ എടുക്കാൻ പോകുന്ന നീക്കങ്ങൾ എന്തായിരിക്കും? നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇതിന്റെ തുടക്കം കുറിക്കുന്ന സമയം തന്നെ നമ്മൾ ഇവിടെയുള്ള സാംസ്കാരിക സംഘടനകളും അതുപോലെ തന്നെ ഇവിടെ ക്ലബ്ബുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ഫുട്ബോൾ ടൂർണമെന്റും മറ്റുള്ള അങ്ങനെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെ 24 പക്ഷേ ഇവിടെ ഹോട്ടൽ പോലുള്ള സ്ഥലങ്ങളിലെ അവിടെയെല്ലാം രാത്രികാലങ്ങളിൽ നഗരസഭയുടെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ നഗരസഭയുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആ കമ്മിറ്റി സ്ട്രോങ്ങായി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും. താങ്ക് യു. എന്തായാലും നല്ല നീക്കം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.